പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർവീസിലെ വിവിധ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികയിലെ ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് ജൂലൈ 4 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ബിരുദധാരികൾക്കാണ് അവസരം. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ഓഫീസുകളിലുമാണ് നിയമനം. 14,582 ഒഴിവ് പ്രതീക്ഷിക്കുന്നു. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം. ഒന്നാം ഘട്ട പരീക്ഷ ടയർ 1 ഓഗസ്റ്റിലും രണ്ടാം ഘട്ട പരീക്ഷ ടയർ 2 ഡിസംബറിലും നടത്തും. യോഗ്യത ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാന വിഷയങ്ങളിലൊന്നായി പഠിച്ച ഏതെങ്കിലും ബിരുദമാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൻ്റെ യോഗ്യത. അല്ലെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് 60% മാർക്കോടെ നേടിയ ശേഷം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ച് ഏതെങ്കിലും ബിരുദം. ബിരുദ പഠനത്തിന് 3 വർഷവും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. മറ്റ് തസ്തികകളിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഓൺലൈനായി ഫീസ് അടക്കണം. നെറ്റ് ബാങ്കിംഗ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും ഫീസ് അടയ്ക്കാം. നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിലുണ്ട്. വനിതകൾക്കും പട്ടിക വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. കേരള കർണാടക റീജിയനിലെ KKR പരീക്ഷാ കേന്ദ്രങ്ങളും കോഡുകളും: എറണാകുളം 9213, കൊല്ലം 9210, കോട്ടയം 9205, കോഴിക്കോട് 9206, തൃശ്ശൂർ 9212, തിരുവനന്തപുരം 9211, കണ്ണൂർ 9202. തസ്തികകളുടെ വിശദാംശങ്ങൾ, പ്രായപരിധി, ശാരീരിക യോഗ്യത, പരീക്ഷകളുടെ വിശദമായ സിലബസ് തുടങ്ങിയവ ssc.gov.in എന്ന വെബ്സൈറ്റിലുണ്ട്. കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ അഥവാ മിനി സിവിൽ സർവീസ്. കേന്ദ്ര നിയമനങ്ങൾക്കായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പരീക്ഷകളിൽ മിനി സിവിൽ സർവീസ് എന്ന് വിശേഷിക്കപ്പെടുന്നതാണ് കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ CGL. ബിരുദം അടിസ്ഥാന യോഗ്യതയായ ഈ മത്സര പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്നവരെ കേന്ദ്ര സർവീസിലെ സുപ്രധാന വകുപ്പുകളിൽ നിയമിക്കും. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, റെയിൽവേ, വിദേശകാര്യ മന്ത്രാലയം, ഇൻ്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്, കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലാണ് CGL വഴി നിയമനം. പരീക്ഷ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത്. നേരത്തെ 4 ഘട്ടങ്ങളിലായിരുന്നു, 4 ടയറിലായിരുന്നു. ഇപ്പോൾ അത് 2ആയിട്ട് കുറച്ചിട്ടുണ്ട്. ടയർ 1, ടയർ 2. തിരഞ്ഞെടുപ്പ് പ്രക്രിയ അങ്ങനെ ലഘൂകരിച്ചിട്ടുണ്ട്. ടയർ 1 പരീക്ഷയിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് 25 വീതം ചോദ്യങ്ങളുണ്ടാവും. ആകെ 200 മാർക്ക്. ഒബ്ജക്റ്റീവ് മാതൃകയിലാണ് പരീക്ഷ. നെഗറ്റീവ് മാർക്കുണ്ട്. ഓരോ തെറ്റ് ഉത്തരത്തിനും 0.5 മാർക്കാണ് കുറയുന്നത്. 1 മണിക്കൂറാണ് പരീക്ഷാ ദൈർഘ്യം. അംഗപരിമിതർക്ക് 80 മിനിറ്റ് വരെ സമയം അനുവദിക്കും. 1ാം ഘട്ട പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ടയർ 2 പരീക്ഷ നടത്തും. ടയർ 2 പരീക്ഷയിലെ മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ 2 ഭാഗങ്ങളിലാണ് ടയർ 2 പരീക്ഷ. പേപ്പർ 1 എല്ലാ തസ്തികകളിലെയും അപേക്ഷകർക്ക് ബാധകമാണ്. പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് പേപ്പർ 2 പരീക്ഷ നടത്തുന്നത്. അപ്പോൾ വേഗം തന്നെ യോഗ്യരായവരെ SSC സൈറ്റിൽ കയറിയിട്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.